നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പാലപ്പിള്ളി കുണ്ടായിൽ പശുക്കുട്ടിയെ പുലി കൊന്നു. കൊല്ലേരി കുഞ്ഞുമുഹമ്മദിന്റെ പശുക്കുട്ടിയെയാണ് പുലി കൊന്നത്. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ DPR പ്രകാശനം നടത്തി KK രാമചന്ദ്രൻ MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. തൃക്കൂർ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിൽ ആയുർകർമ്മ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആരംഭിച്ചു. ജില്ലയിലെ ആദ്യത്തെ OP ലെവൽ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് പ്ലാന്റാണ് പ്രവർത്തനം ആരംഭിച്ചത്. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിർവഹിച്ചു. മുഖ്യ അതിഥിയായി ദിലീപ് എത്തി. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തലോട് സെന്ററിൽ സ്ഥാപിച്ച വാട്ടർ ATM തുറന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പിള്ളി കുണ്ടായിൽ പശുക്കുട്ടിയെ പുലി കൊന്നു. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഹാരിസൺ എസ്റ്റേറ്റിന്റെ പാടിക്ക് സമീപമായിരുന്നു പശുക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയത്. കൊല്ലേരി കുഞ്ഞുമുഹമ്മദിന്റെ പശുക്കുട്ടിയെയാണ് പുലി കൊന്നത്. കുറച്ചു ദിവസം മുൻപും ഇതേ പശുക്കുട്ടിയെ പുലി ആക്രമിച്ചിരുന്നു. അന്ന് പരിക്കേൽക്കുകയും ചെയ്തു. മുറിവിന് ചികിത്സയിരിക്കെയാണ് വീണ്ടും പശുക്കുട്ടിയെ പുലി ആക്രമിച്ചത്. തുടർച്ചയായി പുലിയുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടാവുന്നത് പ്രദേശവാസികളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ DPR പ്രകാശനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KK നിഖിൽ, PWD ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NV ആന്റണി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ദീപ അജയ്കുമാർ എന്നിവർ സന്നിഹിതരായി. ആദ്യഘട്ടത്തിൽ ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ 2 നിലകളിലായി 2170 സ്ക്വയർ മീറ്റർ പണിയും. കൂടുതൽ ഈ അവസരത്തിൽ പ്രസംഗിച്ച് പറയുന്നില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന നിലയിലുള്ള റിപ്പോർട്ട് അതിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. കുറേ നാളുകളായിട്ട് നമ്മളിതിൻ്റെ പിറകെ നിന്ന് എല്ലാ നടപടികളും പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പോവുകയാണ്. വികസന പ്രവർത്തനങ്ങളുടെ ഒരു വലിയ നാഴികക്കല്ലാണ് നമ്മുടെ ഈ മിനി സിവിൽ സ്റ്റേഷൻ. പുതുക്കാട് മണ്ഡലത്തിൻ്റെ പൊതുവായ വികസന കുതിപ്പിന് സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതിയാണ് മിനി സിവിൽ സ്റ്റേഷൻ. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇതിപ്പോൾ നിർവഹിച്ചിട്ടുള്ളത്. തുടർന്നുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമസ്കാരം. മിനി സിവിൽ സ്റ്റേഷൻ്റെ ഡീറ്റെയിൽ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എത്രയും വേഗം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ തരത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു നാഴികക്കല്ലാണ് പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും. കൂടുതൽ ജാഗ്രതയോടു കൂടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മണ്ഡലത്തിലെ സ്വപ്ന പദ്ധതിയായ മിനി സിവിൽ സ്റ്റേഷൻ്റെ DPR പ്രകാശനമാണ് ഇന്നിവിടെ നടന്നത്. ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രയത്നിച്ച നമ്മുടെ KK രാമചന്ദ്രൻ MLAക്ക് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം പുതുക്കാട് മണ്ഡലത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലാണ് ഈ സിവിൽ സ്റ്റേഷൻ്റെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായൊരു ഏറെ സ്നേഹം നിറഞ്ഞ MLA എന്തായാലും സിവിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞ പദ്ധതി DPR ഉദ്ഘാടനമാണ് കഴിഞ്ഞത്. എന്തായാലും പുതുക്കാട് പഞ്ചായത്തിൽ എല്ലാ ജനങ്ങൾക്കും MLA ആദ്യത്തെ വർഷത്തെ ബജറ്റിൽ വെച്ച തുക 10 കോടി രൂപ പൂർണ്ണമായിട്ടും ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചത്. ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പുതുക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിക്ക് അതിന് MLA നേതൃത്വം നൽകുകയും നമ്മുടെ ബഡ്ജറ്റിൽ അലോക്കേഷൻ വരികയും ചെയ്തു. ശേഷം വന്നാലാണ് ഞങ്ങൾക്കൊരു നല്ലൊരു കെട്ടിടത്തിലേക്ക് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് ഞങ്ങളുടെ ഇപ്പോഴത്തെ സൗകര്യം വളരെ കുറവാണ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിൽ ആയുർകർമ്മ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെയും യോഗ ഹാളിന്റെയും ഉദ്ഘാടനം
ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് നിർവഹിച്ചു. ജില്ലയിലെ ആദ്യത്തെ OP ലെവൽ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ് പ്രവർത്തനം ആരംഭിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ശരണ്യ ഉണ്ണികൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ജനപ്രതിനിധികളായ പോൾസൺ തെക്കുംപീടിക, ജിഷ ഡേവിസ്, സലീഷ് ചെമ്പാറ, മേരിക്കുട്ടി വർഗീസ്, സൈമൺ നമ്പാടൻ, മോഹനൻ തൊഴുക്കാട്ട്, ഹനിത ഷാജു, ഷീബ നികേഷ്, KK സലീഷ്, ലിൻഡോ തോമസ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗിരീഷ് കൃഷ്ണൻ, HMC പ്രതിനിധി AS സാദിഖ് എന്നിവർ പ്രസംഗിച്ചു. 12.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും 4.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് യോഗ ഹാളും നിർമ്മിച്ചത്. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗിരീഷ് കൃഷ്ണനെയും പ്രാരംഭകാലത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്തിൽ യോഗ പരിശീലിക്കുന്നവരുടെ യോഗ നൃത്തശില്പം അരങ്ങേറി. കൂടി നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും സജീവമായി പൊതുരംഗത്ത് നിലകൊള്ളുന്ന നമ്മുടെ ചന്ദ്രൻ മാസ്റ്റർ വാസു കല്ലിങ്ങപ്പുറം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റാണിത്. ഇത് നമ്മുടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഇത് കിടത്തി തീരുമാനമായിട്ടും കിഴി വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പേഷ്യന്റിനെ കിടത്തിയിട്ട് ഇങ്ങനെ സൈഡ് വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സൈഡിലേക്ക് ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ്. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സുദർശൻ നിർവഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PV രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. നടൻ ദിലീപ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. പുനരുദ്ധാരണ ഫണ്ടിലേക്ക് നൽകിയ ചെക്ക് ദിലീപ് ഏറ്റുവാങ്ങി. ക്ഷേത്രം തന്ത്രി അഴകത്ത് മനക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി, പുനരുദ്ധാരണ സമിതി രക്ഷാധികാരി പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പുനരുദ്ധാരണ സമിതി ചെയർമാൻ K രാമൻ, ജനറൽ കൺവീനർ A ഉണ്ണികൃഷ്ണൻ, ദൈവജ്ഞൻ പത്മനാഭ ശർമ്മ, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ MB മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലത്ത്, ദേവസ്വം കമ്മീഷണർ അനിൽകുമാർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി P ബിന്ദു, ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ VR സുനിൽകുമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജ്, ദേവസ്വം ഓഫീസർ PK അഭിലാഷ്, ക്ഷേത്രം ട്രഷറർ ശിവശങ്കരൻ കടവിൽ, ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി OK ശിവരാജൻ, പയ്യൂർക്കാവ് ഭഗവതി ക്ഷേത്രം സെക്രട്ടറി സതീഷ് ബാബു, രാമപുരം ശ്രീരാമക്ഷേത്രം സെക്രട്ടറി KN സുധാകരൻ, കോതേമംഗലത്ത് ക്ഷേത്രം വെളിച്ചപ്പാട് സനീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. ശ്രീകോവിൽ, കീഴ്ക്കാവ്, തിരുമുറ്റം പ്രദക്ഷിണം വഴി എന്നിവയാണ് പുനരുദ്ധാരണം നടത്തുന്നത്. ഔപചാരികമായ ഉദ്ഘാടന സദസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രം ചിരപുരാതനമാണ്. ഒരു കുടുംബ സങ്കല്പമുള്ള ക്ഷേത്രമാണ്. അമ്മയും അച്ഛനും മകളും ഒരേ ശ്രീകോവിലിൽ ഒരേ പീഠത്തിൽ വളരുന്ന ക്ഷേത്രം. അനുഗ്രഹം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ മറ്റൊരു സന്തോഷ കാര്യം കൂടിയുണ്ട്. ഇന്നത്തെ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്ന ശ്രീ ദിലീപ് എൻ്റെ നാട്ടുകാരനാണ്. ദിലീപിൻ്റെ അമ്മ വീട് ഇടവലക്കാടാണ്. ഞാൻ ഇടവലക്കാട്. എല്ലാ ജനങ്ങളും അറിവിനായി പ്രസിദ്ധപ്പെടുത്തുന്ന വിളംബരം 1080 കുംഭമാസം 27-ാം തീയതിക്ക് ശരിയായ 1905 മാർച്ച് മാസം 10-ാം തീയതിക്ക് കൽപ്പിച്ചുണ്ടാക്കിയത്. സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. നന്ദിപുരം എന്ന് പറയുന്ന ഗ്രാമം എത്രമാത്രം സ്നേഹത്തിൻ്റെയും നന്മയുടേതാണെന്ന് ഞാൻ കണ്ടറിഞ്ഞു, തൊട്ടറിഞ്ഞു. ആ നന്മ ഞാൻ കാണാതെ വർഷങ്ങൾക്കും പറഞ്ഞ ഒരാളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ നാട്ടിൽ വരുന്നത്. നിങ്ങൾക്ക് എന്നെ അറിയാം. നന്ദിപുരത്തെ ജനങ്ങളുടെ സ്നേഹം തൊട്ടറിഞ്ഞുവെന്ന് ദിലീപ്. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുവാൻ എത്തിയതായിരുന്നു നടൻ. സ്നേഹവായ്പകളോടെയുള്ള സ്വീകരണമാണ് ദിലീപിന് നന്ദിപുരത്തെ ജനങ്ങൾ ഒരുക്കിയത്. ഉദ്ഘാടന വേളയിൽ പ്രത്യേക നന്ദിയും ദിലീപ് ജനങ്ങളെ അറിയിച്ചു. കൂടാതെ പുനരുദ്ധാരണ സമിതി ചെയർമാൻ K രാമനുമായുള്ള പരിചയത്തെപ്പറ്റി പറയുകയും ചെയ്തു. ഡി സിനിമാസ് ഭൂമി തർക്കത്തിൽ ഏറ്റവും വിഷമഘട്ടത്തിൽ കൃത്യമായ വിവരങ്ങൾ കോടതിയിൽ നൽകാൻ ചെയർമാൻ K രാമനാണ് മുൻപരിചയം ഇല്ലാത്ത സമയത്ത് തന്നെ സഹായിച്ചുവെന്നും ദിലീപ് ഓർത്തെടുത്തു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ദേവസ്വത്തിനൊപ്പം വിശ്വാസികളും ഒപ്പം നിൽക്കണമെന്ന് ദിലീപ് പറഞ്ഞു. ഞാൻ അന്തം വിട്ട് നിൽക്കുക, എനിക്ക് ഒരു പിടിയില്ല. ഈ സ്ഥലമൊക്കെയാണെന്ന് പറഞ്ഞു ഞാൻ പോയി വാങ്ങിച്ചു. ഓക്കെ,
അങ്ങനെ പ്രശ്നങ്ങളായി അവസാനം ഒരു കമ്മിറ്റിയുടെ മുമ്പിലേക്കായി കോടതിയിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം ആ സമയത്ത് എൻ്റെ അനിയൻ്റെ അടുത്ത് രാമൻ സാറിൻ്റെ ഒരു മെസ്സേജ് വരിക. അതിൻ്റെ പവർ ഓഫ് അറ്റോർണി എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കാം. മികച്ച പ്രിന്റിംഗ് സേവനങ്ങളുമായി പ്രിന്റ് ഹബ് ക്ലോത്ത് ആൻഡ് ഫ്ലക്സ് പ്രിന്റിംഗ് കല്ലൂർ ചുങ്കത്ത് പ്രവർത്തനം ആരംഭിച്ചു. പ്രിന്റ് ഹബ് ക്ലോത്ത് ആൻഡ് ഫ്ലക്സ് പ്രിന്റിംഗിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറിമണിയുടെ ഉദ്ഘാടനം സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരായ മിൽട്ടൺ പോൾ, നെൽസൺ പോൾ, ജിൻസൺ ഡേവിസ്, പ്രമോദ് പ്രേമൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. തുടർന്ന് ഡയറക്ടർമാരുടെ അമ്മമാർ മെഷീൻ റൂം, ഓഫീസ് റൂം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സിൻഡോ ചാലക്കുടി നയിച്ച സംഗീത വിരുന്നും അരങ്ങേറി. ഡിജിറ്റൽ ഡിസ്പ്ലേ, ഗ്ലോ സൈൻ ബോർഡ്സ്, ഹോർഡിംഗ്സ്, വിനിയൽ സൈൻ ബോർഡ്, ബാനർ, ഡിസൈനിംഗ്, വിസിറ്റിംഗ് കാർഡ്, ലെറ്റർ ഹെഡ്, ബിൽ ബുക്ക്, എൻവലപ്പ്, ബ്രോഷർ, പാംപ്ലെറ്റ്, ലേസർ പ്രിന്റ്സ്, ഇൻവിറ്റേഷൻ കാർഡ്സ് തുടങ്ങിയ സർവീസുകൾ പ്രിന്റ് ഹബ് ക്ലോത്ത് ആൻഡ് ഫ്ലക്സ് പ്രിന്റിംഗ് ലഭ്യമാണ്. മരണക്കുറി, ഫ്ലക്സ് സർവീസുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. പ്രിന്റ് ഹബ് ക്ലോത്ത് ആൻഡ് ഫ്ലക്സ് പ്രിന്റിംഗ് കല്ലൂർ ചുങ്കം. ഫോൺ 8891722340 9496912795. ഇമെയിൽ വിലാസം printhubkallur@gmail.com. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തലൂർ സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ തലൂർ സെന്ററിൽ സ്ഥാപിച്ച വാട്ടർ ATM തുറന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. തലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷൈജു അയ്യഞ്ചിറ മുഖ്യാതിഥിയായി പങ്കെടുത്തു. 1 രൂപയ്ക്ക് തണുത്തതോ തണുപ്പില്ലാത്തതോ ആയ ശുദ്ധമായ 1 ലിറ്റർ വെള്ളം വാട്ടർ ATMിൽ നിന്ന് ലഭിക്കും. തൃക്കൂർ കിഴക്കുംപാടം NSS കരയോഗത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ദൂരദർശൻ മുൻ വാർത്താ അവതാരകനും മുകുന്ദപുരം താലൂക്ക് NSS യൂണിയൻ ഭരണസമിതി അംഗവുമായ R ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുകുന്ദപുരം താലൂക്ക് NSS യൂണിയൻ സെക്രട്ടറിയായി ചുമതലയേറ്റ S കൃഷ്ണകുമാറിനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കരയോഗം പ്രസിഡന്റ് രാമേന്ദ്രൻ അധ്യക്ഷനായി. മോഹനൻ തൊഴുക്കാട്ട്, കല്ലൂർ തൃക്കൂർ മേഖലാ പ്രതിനിധി നന്ദൻ പറമ്പത്ത് ആമുഖ പ്രസംഗം നടത്തി. പ്രതിനിധി സഭാംഗം CB രാജൻ, യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ K ശേഖരൻ, ബിന്ദു G മേനോൻ, വനിതാ യൂണിയൻ പ്രസിഡന്റ് ജയശ്രീ അജയ്, സെക്രട്ടറി PS മിനി എന്നിവർ പ്രസംഗിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജെൻഡർ സെമിനാറും മെഡിക്കൽ കിറ്റ് വിതരണവും നടത്തി. സെൻട്രൽ എക്സൈസ് സൂപ്രണ്ട് KN ജയപ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് രക്ഷാധികാരി KK ശിവരാമൻ അധ്യക്ഷനായി. കുടുംബശ്രീ ജെൻഡർ RP ശാലിനി ജോയ് മുഖ്യപ്രഭാഷണം നടത്തി. ഗിരിജ ബാലൻ, ശോഭന ഹരിദാസ്, TR ഔസേപ്പുകുട്ടി, TD ശ്രീധരൻ, OC പ്രകാശൻ, ഷാജു കാവുങ്ങൽ, TD സഹജൻ, AV വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ഒരു അന്താരാഷ്ട്ര വനിതാ ദിനമായിരുന്നു ഇന്നലെ. അറിഞ്ഞായിരുന്നു ആരെങ്കിലും? അറിഞ്ഞായിരുന്നു അല്ലെ? വനിതകളെ ഓർക്കുന്നതിന് അവർക്ക് മാത്രമായിട്ടൊരു ദിനമാണ്. തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർക്കും മറ്റുള്ള ആളുകൾക്കും ജില്ലയിലൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ വനിതാ സംവരണം എന്നുള്ള ഒരു ഭാഗത്തിനേക്കാൾ ഉപരി വനിതകളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ ഉള്ള ശ്രമങ്ങൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുക.
ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കുന്നവരാണ് അവർ. ഇന്ത്യക്ക് 3 തരം സൈനിക ശക്തികളുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. നേവി, ഇൻഫാൻട്രി, വ്യോമം. NDWF പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി KS ജയ ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി AG രാധാമണി അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജയന്തി സുരേന്ദ്രൻ, മഹിളാ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സോന കരീം, മഹിളാ സംഘം മണ്ഡലം പ്രസിഡന്റ് ഷീല ജോർജ്, ജില്ലാ കമ്മിറ്റി അംഗം ഗ്രീഷ്ണ ഗോപാലൻ, മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി രാജി രാജൻ, കൊടകര ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, സജിത രാജീവ്, സുനന്ദ ശശി, പത്മജ ദേവി, ഓമന കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. DAWF കൊടകര ഏരിയ അംഗത്വ വിതരണത്തിന്റെ ഉദ്ഘാടനം നെടുമ്പാളിൽ CITU ഏരിയ കമ്മിറ്റി അംഗം അശോകൻ ആലത്തൂർ നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് സുമേഷ് കൃഷ്ണൻ അധ്യക്ഷനായി. ആദ്യ അംഗത്വം ഉജ്ജ്വല ബാല്യം ജേതാവ് അനസൂയിക്ക് നൽകി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് OS റഷീദ് നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ മാപ്രാണം, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പ്രതീഷ്, സുധീഷ് ചന്ദ്രൻ, ശബരീഷ്, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗം വത്സലൻ, ഷാജു കോമ്പറക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. ഇടതുപക്ഷ സർക്കാർ, കഴിഞ്ഞ സർക്കാരും അതുപോലെ തന്നെ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ചേർത്ത് പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. റേഷൻ കടകളിലെ മസ്റ്ററിംഗ് തീയതി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയ്ക്ക് പരാതി നൽകി. പോസ്റ്റ് മെഷീന്റെ സെർവർ തകരാർ മൂലം മസ്റ്ററിംഗും റേഷൻ വിതരണവും നടക്കുന്നില്ലെന്നും അതുകൊണ്ട് സമയപരിധി നീട്ടി റേഷൻ വിതരണം സുഗമമായി നടത്താൻ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ ഗവൺമെന്റ് വൃദ്ധസദനത്തിലേക്ക് AVY പദ്ധതിയിലേക്ക് കരാർ വ്യവസ്ഥയിൽ 1 വർഷത്തേക്ക് സോഷ്യൽ വർക്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. യോഗ്യത: സോഷ്യൽ വർക്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം, ബിരുദാനന്തര ബിരുദം, സർട്ടിഫൈഡ് കൌൺസിലിംഗ് കോഴ്സ് പാസ്സായവർക്ക് മുൻഗണന. സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ സോഷ്യൽ വർക്കർ തസ്തികയിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടാകണം. സാമൂഹ്യനീതി വകുപ്പിൽ വയോജന മേഖലയുമായി ബന്ധപ്പെട്ട പ്രോജക്ടുകളിൽ ജോലി ചെയ്ത് പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 25 മുതൽ 45 വയസ്സുവരെ. താൽപര്യമുള്ളവർ മാർച്ച് 18 രാവിലെ 11 സ്ഥാപനത്തിൽ നടക്കുന്ന ഇന്റർവ്യൂവിന് ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും അസലും പകർപ്പുമായി പങ്കെടുക്കുക. ഫോൺ നമ്പർ 0487-269-3734. കേരളത്തിൽ നടത്താൻ പോകുന്ന പ്രഥമ നഴ്സിംഗ് പ്രവേശന പരീക്ഷയെ സംബന്ധിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം ഉണ്ടാക്കുന്നതിന് സ്കിൽ സെന്ററിന്റെ നേതൃത്വത്തിൽ സൌജന്യ പരിശീലനവും മാർഗനിർദ്ദേശവും നൽകുന്നു. താൽപര്യമുള്ളവർ 89111897 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കുക. അവസാന തീയതി മാർച്ച് 30. ഓൺലൈനായി നേരിട്ടും മാർഗനിർദ്ദേശക ക്യാമ്പ് സംഘടിപ്പിക്കും. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6075 രൂപ, പവന് 48,600 രൂപ. മണ്ണമ്പേട്ട തൈപ്പറമ്പിൽ വേലു ഭാര്യ രത്നമണി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി അനിൽകുമാർ, സുനിൽകുമാർ എന്നിവർ മക്കളും ലീല, സ്വപ്ന എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് തെക്കേത്തുറവ് പാലക്കട ജയേന്ദ്രൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി സരോജമാണ് ഭാര്യ. മകൻ സലീഷ് കുമാർ. ചെങ്ങാലൂർ മാട്ടുമല ചെമ്പിശ്ശേരി സുകുമാരൻ അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി തങ്കമണിയാണ് ഭാര്യ. രമ്യ, രേഷ്മ, രഞ്ജു എന്നിവർ മക്കളും ദിലീപ്, അനിൽകുമാർ, സുജിത്ത് എന്നിവർ മരുമക്കളുമാണ്. കരുവാപ്പടി തെക്കേക്കര കാടംകുളം ബാലൻ അന്തരിച്ചു. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി ഉഷയാണ് ഭാര്യ. സലീഷ്, സജിത്ത് എന്നിവർ മക്കളും നിഷ, ഷാരി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പാലപ്പിള്ളി കുണ്ടായിൽ പശുക്കുട്ടിയെ പുലി കൊന്നു. കൊല്ലേരി കുഞ്ഞുമുഹമ്മദിന്റെ പശുക്കുട്ടിയെയാണ് പുലി കൊന്നത്. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ DPR പ്രകാശനം നടത്തി KK രാമചന്ദ്രൻ MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. തൃക്കൂർ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയിൽ ആയുർകർമ്മ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആരംഭിച്ചു. ജില്ലയിലെ ആദ്യത്തെ OP ലെവൽ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് പ്ലാന്റാണ് പ്രവർത്തനം ആരംഭിച്ചത്. നന്ദിപുരം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിർവഹിച്ചു. മുഖ്യ അതിഥിയായി ദിലീപ് എത്തി.
നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തലോർ സെന്ററിൽ സ്ഥാപിച്ച വാട്ടർ ATM തുറന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.